ജാക്സൺ, ഷാജി തുമ്പേച്ചിറ അച്ഛൻ്റെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, ആ പാട്ടിൻ്റെ വിഷ്വൽ ചെയ്തിരിക്കുന്നത് ജാക്സൺ ആണല്ലോ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? അത് തൊടുപുഴയിൽ വെച്ചായിരുന്നു. തൊടുപുഴയിൽ അതിൻ്റെ ഷൂട്ട് നടക്കുന്നതിന് മുൻപത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് വെച്ചാൽ, എൻ്റെ വീട്ടിൽ ആലപ്പുഴയിലെ സുനിൽ എന്ന് പറഞ്ഞ ഒരു പയ്യനെ അപ്പോൾ വന്നിട്ട് പറഞ്ഞിങ്ങനെ ഷാജി തുമ്പേച്ചിറ അച്ഛൻ്റെ, അപ്പോൾ അച്ഛൻ ഫേമസ് ആയ ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം അങ്ങനെ പറഞ്ഞു. ഞാൻ വരാം. അപ്പം അതിൻ്റെ ഷൂട്ട് തൊടുപുഴ വെച്ച് നടക്കുമ്പോൾ തലേ ദിവസം നല്ല മഴയായിരുന്നു അവിടെ. മഴ വന്നിട്ട് പിറ്റേ ദിവസം നല്ല ചൂടും. പ്രായമായ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഷൂട്ടിന്. പിന്നെ കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചൂടിൻ്റെ ഇതുകൊണ്ട് ഷൂട്ട് ചെയ്യണ സമയത്ത് പിള്ളേരൊക്കെ തലയിറങ്ങി വീണു. ഇപ്പം വളരെ ഇതായിരുന്നു. പക്ഷെ ആ പാട്ട് വളരെ ശക്തമായ ഒരു പാട്ടാണ്. അത് അഭിനയിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പലരും എന്നോട് ഈ ഇതിൻ്റെ വിഷ്വൽ കണ്ടതിന് ശേഷം പലരും ചോദിച്ചു, നീ ജാക്സൺ തന്നെയാണ് അത് പാടിയെന്നത്. കാരണം മാർക്കോസാണ് അത് പാടിയേക്കണം. പക്ഷെ മാർക്കോസിൻ്റെ സ്വരവും എൻ്റെ ലിപ്പും കറക്റ്റാണ്. അപ്പോൾ അതിന് ശേഷം, ആ ഷൂട്ടിന് ശേഷം, ഇത് വിഷ്വൽ ചെയ്തതിന് ശേഷം പലരും എന്നോട്, ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് വന്ന് എന്നോട് പറഞ്ഞ് അവൻ ആക്സിഡൻ്റായിട്ട് കിടക്കണമായിരുന്നു, ഈ പാട്ട് അവൻ കണ്ടപ്പോഴത്തേക്കും അവന് ഈ കാലിന് സൗഖ്യം ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നെ ഷാജിച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പാട്ട് അച്ഛൻ ഏതൊരു ധ്യാനകേന്ദ്രത്തിൽ ഇത് പാടിയപ്പോഴത്തേക്കും ബ്ലഡ് വന്ന് വീണെന്നാണ് പറയുന്നത്. അച്ഛൻ്റെ ലോകയിൽ ബ്ലഡ് വന്ന് വീണെന്നാണ് പറയുന്നത്. നമ്മുടെ കരിസ്മാറ്റിക്കിൻ്റെ ജൂബിലി കൺവെൻഷൻ ബോംബെയിൽ വെച്ച് നടക്കുന്ന സമയത്ത് അതിലൊരു ഓഡിയോവിഷ്വൽ പ്രോഗ്രാമിൽ ജാക്സൻ്റെ ജീസസ് ആയിട്ട് വരുന്നൊരു എൻട്രി, അത് സ്റ്റേജിൽ കണ്ടപ്പോഴത്തേക്ക് ജനത്തിന് കർത്താവേ അല്ലെങ്കിൽ ജനം യേശുവേ എന്ന് വിളിച്ച ഒരു വലിയ സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നത്തെ ആ ദിവസത്തെ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം ഞങ്ങൾ ഇതിൻ്റെ പ്രാക്ടീസ് നടത്തുന്നത് എമൗസിലാണ്. ലിയോ തദേവസായിരുന്നു അത് ഡയറക്റ്റ് ചെയ്ത. ഞങ്ങളൊരു 10-60 പിള്ളേരുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി, അതായത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കാട്ടിയും ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. ഈ പ്രാർത്ഥനയിലൂടെയാണ് ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി മുംബൈയിലേക്ക് ഞങ്ങൾ പോയി. ബോംബെയിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ്. അതൊന്നും സ്റ്റേജ് നമുക്ക് നോക്കിയെത്തൂല. ബോംബെയിൽ ലീലാവതി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടാണത്. ആ ഗ്രൗണ്ടിൽ ഈ പ്രോഗ്രാം നടക്കും. 20,000-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് രാത്രി 2:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ദാഹിച്ചിട്ട് പാടില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ആ സമയത്ത് ജോസഫ് നെല്ലിക്കൻ പിന്നെ സിനിമയിലെ അറിയപ്പെടുന്ന ഒരു ആർട്ട് ഡയറക്ടറാണ്. പിന്നെ നെല്ലിക്കന് ഞങ്ങളെ കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വെള്ളയിട്ട് ഒരാൾ വന്നിട്ട് 2 ക്യാൻ വെള്ളവുമായിട്ട് വന്ന് ഞങ്ങൾക്ക് ഈ വെള്ളം തരിക ചെയ്തു. വെള്ളം തരാൻ പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു തന്ന് വെള്ളം കയ്യിൽ വാങ്ങി. പിന്നെ ഈ മനുഷ്യനെ ഞങ്ങൾ അവിടെ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പം അതൊരു ദൈവാനുഭവമാണ്. സഖ്യോസ് എന്ന് പറയുന്ന ഒരു സ്കിറ്റാണ്. അതിൽ ജീസസിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ലാസ്റ്റാണ്. അത് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇത് CD ആണല്ലോ, ഓഡിയോ CD റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണേ. ഞങ്ങളത് ടൈമിംഗ് എല്ലാം ഈ ഇത്രയും വലിയ ഗ്രൗണ്ടിൽ നടന്ന് സ്റ്റേജിൽ എത്തേണ്ട വരെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കണേ, ടൈമിംഗ് എല്ലാം. പക്ഷേ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഞാൻ ജീസസ് എൻട്രി ചെയ്തപ്പോഴത്തേക്കും ജനങ്ങളെല്ലാം നേരെ ആ എൻട്രൻസിലേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ കാലിൽ വന്ന് വീഴുന്നു. അങ്ങനെ പല സംഭവങ്ങളാണ്. ലിയോ ആകെ ടെൻഷനായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് എത്തിയില്ലേ ഓടി കയറിപ്പോവും. പക്ഷെ കൃത്യമായിട്ട് സ്റ്റേജിൽ വരികയും അത് ചെയ്യുകയും ചെയ്തു. പക്ഷെ അത് ഭയങ്കര ദൈവാനുഭവമായിരുന്നു. കാരണം ഒത്തിരി പേര് കരയാനൊക്കെ തുടങ്ങി, വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പല അനുഭവങ്ങളും അവിടെ വെച്ചുണ്ടായിരുന്നു. ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം
എൻ്റെ ഡ്രസ്സ് ഊരി ഞാൻ ഗ്രീൻ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് ഓട്ടോഗ്രാഫ് ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാരെൻ്റെ പിന്നാലെ വന്നു. പക്ഷേ എനിക്ക് ഭാഷ അറിയാൻ പാടാത്ത കാരണം കൊണ്ട് ഞാൻ ഓടിക്കളഞ്ഞു. ഞാൻ ഓടി ഗ്രീൻ റൂമിൽ കയറി കളഞ്ഞു. കുറേ സമയം കഴിഞ്ഞ് ഞാൻ ഈ ഡ്രസ്സ് നോക്കിയപ്പോൾ എൻ്റെ ഡ്രസ്സ് കാണുന്നില്ല. ഡ്രസ്സ് ആരും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അത് മറക്കാൻ പറ്റത്തില്ല. ആ ഡ്രസ്സ് എനിക്ക് കിട്ടിയില്ല. അത് ആരും എടുത്തുകൊണ്ട് പോയത്. പിന്നെ പലരും വന്ന് അവർക്കുണ്ടായിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അത് ഈ ജീസസിൻ്റെ ഈ കഥാപാത്രം ചെയ്യുമ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, ഒരുങ്ങിയേ ചെയ്യത്തുള്ളൂ. ആ ഡ്രസ്സ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ദേഹത്തേക്ക് ഇടുന്ന സാജു ചെറിയാൻ പറയും, ഇപ്പം ഈ കാണുന്നവനല്ല, പക്ഷേ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് പറയും. ഒരു യൂത്തിനോട് സാജു ഷെയർ ചെയ്തതാണ്. അവൻ ആ വസ്ത്രം ശരീരത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജാക്സൺ അല്ലട്ട, അവിടെ വേറെ വ്യക്തിയാണ്. സത്യമാണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഞാൻ ശരീരത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൾക്ക് മാറ്റം വരും, സ്വഭാവത്തിന് മാറ്റം വരും, ശരീരത്തിൻ്റെ നടപ്പിനും എല്ലാ ഇതിലും മാറ്റം വരും.